ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലും പരിസരത്തും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 31ആയി. മരിച്ചവരിൽ 7 സ്ത്രീകളും 3 കുട്ടികളും ഉൾപ്പെടുന്നു. 68 പേർക്ക് പരിക്കേറ്റു. 23 പേരെയാണ് കാണാതായത്. 2006-ലെ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിനു ശേഷം ബെയ്റൂട്ട് കണ്ട കനത്ത വ്യോമാക്രമണമാണ് ഇന്നലെ നടന്നത്. രഹസ്യയോഗം ചേർന്ന കെട്ടിടമാണ് തകർത്തതെന്നും ഉന്നത നേതാവ് ഇബ്രാഹിം അഖീൽ, കമാൻഡർ വാഹ്ബി എന്നിവരടക്കം 11 ഹിസ്ബുള്ള പ്രവർത്തകരെ വധിച്ചെന്നുമാണ് ഇസ്രായേലിന്റെ വാദം. 15 പ്രവർത്തകർ കൊല്ലപ്പെട്ടതിന് ഹിസ്ബുള്ള വക്താക്കൾ പ്രതികരിച്ചു. വടക്കൻ ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളിൽ നടത്തിയ ബോംബ് ആക്രമണത്തിനുള്ള തിരിച്ചടിയാണിതെന്നാണ് ഹിസ്ബുള്ളയുടെ വിലയിരുത്തൽ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് സമാന്തരമായി 11 മാസമായി ലെബനൻ അതിർത്തിയിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ ഇതുവരെ 740 പേർ കൊല്ലപ്പെട്ടു. അതേസമയം പേജർ, വോക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ ഒറ്റ ദിവസം കൊണ്ട് ഇസ്രായേൽ ഇല്ലാതാക്കിയത് 12 ഉന്നതരടക്കം ഹിസ്ബുള്ളയുടെ 16 അംഗങ്ങളെയാണ്. വെള്ളിയാഴ്ച ലെബനനിലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് US തലയ്ക്ക് $70 ലക്ഷം വിലയിട്ട ഇബ്രാഹിം അഖ്വിൽ അടക്കമുള്ള ഹിസ്ബുള്ള അംഗങ്ങളെ വകവരുത്തിയത്. ഉന്നത കമാൻഡറായ അഹമ്മദ് വാഹ്ബിയും കൊല്ലപ്പെട്ടെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചു. ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ഇയാൾ നേതൃത്വം നൽകിയിരുന്നു. 1983-ൽ 241 US സൈനികർ കൊല്ലപ്പെട്ട ബെയ്റൂട്ടിലെ മറൈൻ ബാരക് ബോംബ് ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രമാണ് അഖ്വിൽ. ഇയാളുടെ മരണം വെള്ളിയാഴ്ച തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം 3 കുട്ടികളും 7 സ്ത്രീകളും ഉൾപ്പെടെ ആകെ 37 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 23 പേരെ കാണാതായി. ഇന്നലെയും ഇസ്രായേലും ഹിസ്ബുള്ളയും പരസ്പരം റോക്കറ്റ് ആക്രമണങ്ങൾ തുടർന്നു. അതേസമയം ലെബനനിലുണ്ടായ പേജർ, വോക്കി ടോക്കി സ്ഫോടനങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് UN മനുഷ്യാവകാശ വിഭാഗം തലവൻ വോൾക്കർ ടർക്ക് പറഞ്ഞു. ഗാസ സിറ്റിയിൽ അഭയാർത്ഥികൾ തങ്ങിയ സ്കൂളിലുണ്ടായ ഇസ്രായേൽ ബോംബ് ആക്രമണത്തിൽ 22 പേരും കൊല്ലപ്പെട്ടു. സ്കൂളിനെ ഹമാസ് അവരുടെ കമാൻഡ് സെന്ററായി ഉപയോഗിച്ചുവെന്നാണ് ഇസ്രായേലിന്റെ വാദം. റഫേൽ 4 ആരോഗ്യ പ്രവർത്തകർ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ലെബനനിലെ പേജർ സ്ഫോടനമുണ്ടായ ദിവസം മുതൽ 39-കാരനായ റിൻസനെ കാണാനില്ലെന്നാണ് വിവരം. പേജറുകളിലും വോക്കി ടോക്കികളിലും സ്ഫോടക വസ്തുക്കൾ നിറച്ചത് എവിടെ നിന്നാണെന്ന് അന്വേഷണം തുടരുകയാണ്. ബൾഗേറിയൻ തലസ്ഥാനമായ സോഫിയയിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾ മാത്രമാണ് ഇവയെന്നാണ് പ്രാഥമിക വിവരം. നോർവേയിലെ ഓസ്ലോയിൽ താമസിക്കുന്ന റിൻസൺ തന്റെ കമ്പനികൾ ബൾഗേറിയയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പണം കൈമാറ്റത്തിനുള്ള നിഴൽ കമ്പനിയായി റിൻസന്റെ സ്ഥാപനം പ്രവർത്തിച്ചുവെന്നാണ് ഇപ്പോഴത്തെ അനുമാനം. അതേസമയം റിൻസൺ തെറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും ചതിയിൽപ്പെട്ടുവെന്ന് സംശയിക്കുന്നുവെന്നും അമ്മാവൻ പ്രതികരിച്ചു. അവസാനമായി റിൻസൺ നാട്ടിലെത്തിയത് കഴിഞ്ഞ നവംബറിലാണ്. 3 ദിവസം മുൻപ് വിളിച്ചിരുന്നുവെന്നും അന്ന് പ്രശ്നങ്ങളുള്ളതായി പറഞ്ഞിരുന്നില്ല എന്നും അമ്മാവൻ പറഞ്ഞു. അതേസമയം സ്ഫോടനത്തിൽ ഹംഗറിയിലെ ബുഡാപെസ്റ്റിലുള്ള BSC കൺസൾട്ടിംഗ് കമ്പനിയുടെ CEO ക്രിസ്ത്യാനോയിലേക്കും അന്വേഷണം. തായ്വാനീസ് കമ്പനിയായ ഗോൾഡ് അപ്പോളോയ്ക്കാണ് ഹിസ്ബുള്ള പേജറുകൾ ഓർഡർ ചെയ്തത്. എന്നാൽ ഇവ നിർമ്മിച്ചതും വിറ്റതും BSC കൺസൾട്ടിംഗ് കമ്പനിയുടെ ലൈസൻസിലാണ്. പേജറുകൾ നിർമ്മിച്ചത് തങ്ങളല്ലെന്നും ഇടനിലക്കാർ മാത്രമാണെന്നും ക്രിസ്ത്യാന പ്രതികരിച്ചിരുന്നു. ഇതിനുശേഷം ഇവരെ പറ്റിയും വിവരമില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.